നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1.25 വർഷത്തിനിടയിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 64,522. മാസങ്ങളായി കാണാതായവരെ കൂടി കൂട്ടിയാൽ അനൗദ്യോഗിക കണക്കിൽ മരണസംഖ്യ 1 ലക്ഷം കടക്കും. ഔദ്യോഗിക കണക്കിൽ മാത്രം 17,922 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 937 കുഞ്ഞുങ്ങൾ 1 വയസ്സിൽ താഴെ മാത്രമുള്ള പാൽമണം മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 1 വയസ്സിനും 5 വയസ്സിനുമിടയിലുള്ള 4,517 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ് ഭാവി ജീവിതം തന്നെ അവതാളത്തിലായ കുഞ്ഞുങ്ങളുടെ കണക്ക് ഇതിൻ്റെ എത്രയെങ്കിലും ഇരട്ടി വരും. പരിക്കേറ്റ ആകെ പലസ്തീനികളുടെ എണ്ണം 1,60,000-ആണ്. 5 ലക്ഷത്തോളം മനുഷ്യർ കൊടും പട്ടിണിയിലാണെന്ന്. ഇക്കാലയളവിൽ 247 മാധ്യമപ്രവർത്തകരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം പാത്രങ്ങളുമായി ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞൊരു നാട്. അവിടെ ഇപ്പോൾ ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു. ആകെയുണ്ടായിരുന്ന വീടും നാടും ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടാവുന്ന വസ്തുക്കളുമായി കൂട്ടപ്പലായനം നടത്തുകയാണ് ഇന്നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധു മനുഷ്യർ. ഇതിൽ പലരും പോയ വഴിയിൽ പട്ടിണി കൊണ്ട് വീണു മരിച്ചു പോകാം. അതും കടന്നു പോകുന്നവരെയും കാത്തിരിക്കുന്നത് കൊടും ദുരിതത്തിൻ്റെ നാളുകളാണ്. ഒരു നാടിനെ അപ്പാടെ തുടച്ചു നീക്കുന്ന ഇസ്രയേലിൻ്റെ യുദ്ധക്കൊതിക്ക് കടിഞ്ഞാണ്ടിടാൻ ഐക്യരാഷ്ട്രസഭ തയ്യാറാവേണ്ടേ? ലോകരാജ്യങ്ങൾ ഒരുമിച്ചു നിന്ന ഈ കൂട്ടക്കുരുതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ചരിത്രം ഈ ഭരണാധിപന്മാർക്ക് മാപ്പ് നൽകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഗസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കേണ്ടേ? അതിന് ലോകരാജ്യങ്ങൾ ഇടപെടേണ്ടേ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഗസയിൽ ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളടക്കം ഇപ്പോഴും പട്ടിണിയിലാണ്. അവർ ആ പട്ടിണിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പലായനം ചെയ്യേണ്ട ഒരു കൊടും ദുരിതത്തിലേക്ക് കൂടി എത്തുന്നത്. അപ്പോഴും ഐക്യരാഷ്ട്രസഭ അപലപിക്കുന്നതിനപ്പുറത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. സാറിന്റെ ഈ വിവരണം കേട്ടിട്ട് തന്നെ ഒരു നെട്ടല്. കാരണം വെച്ചാൽ നമ്മളെ പോലത്തെ മനുഷ്യര് ഞമ്മക്കുണ്ടായ കുഞ്ഞുങ്ങളാരില്ല, കുഞ്ഞുങ്ങളുള്ള നടക്കുന്നുണ്ട്. അയച്ചാളെ എല്ലും കോലും ഒക്കെ കാണുന്ന കുറെ ഫോട്ടോകളും കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ രാഷ്ട്രങ്ങൾ ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞതാ. അതില് എന്തോ ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്കോ ഇവരായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ മുകളിലാണ് അവരിതിൽ ഇടപെടാതിരിക്കുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതില് ഫ്രാൻസോ ബ്രിട്ടനും പോലൊക്കെ ഒരു തല അങ്ങനെയായിരുന്നു ഇങ്ങനെയും പഴയ കാലത്തൊക്കെ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരിതിലേക്ക് ഇടപെടാതിരിക്കുക. ഇത്രയും 1,60,000 ആളും ഇത്ര കുഞ്ഞുങ്ങളും ഇവിടെ വീണ് മരിച്ചിട്ട് സാറേ, നിങ്ങളും ഞാനും നമ്മളെ പോലത്തെ ആളും അത് കണ്ട് കണ്ണീരൊലിപ്പിച്ച ഖേദം പ്രകടിപ്പിച്ചാണ്. ഇതൊന്നും അറിയാൻ ഇവിടുത്തെ ഒരു മുസ്ലിം രാഷ്ട്രമല്ല, ഒരു ഐക്യരാഷ്ട്രസഭയില്ല, ഒരു ഐക്യരാഷ്ട്രസഭന്റെ വലിയ ആളുമില്ല, ഒന്നുമില്ല. ഇനി ഇതിനെ ഇടപെടാൻ അത് തന്നെയാണ് ശ്രീ മുഹമ്മദ് ഏറ്റവും പ്രധാനം. പലസ്തീനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം രാജ്യങ്ങൾ പോലും, അറബ് രാജ്യങ്ങൾ പോലും ഈ പറച്ചിലിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ വേണ്ട ശക്തമായ ഇടപെടലുകൾ നടത്തുന്നില്ല. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും നടത്തുന്നില്ല എന്നത് മറ്റൊരു കാര്യം. അവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും ഒരു പരിധിക്കപ്പുറം അതിന് തയ്യാറാവുന്നില്ല. അതിൽ ഇവർക്ക് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതാണത്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവിടെയും മനുഷ്യർ മരിക്കുന്നുണ്ട്. ഇപ്പൊ ഖത്തറിലിട്ടു. ഇപ്പൊ ഖത്തറിൽ നമ്മളെ ബാക്കിയുള്ള ഇതിന്റെ ചെക്കുണ്ട്. ആ ചെക്കൻ വിളിച്ചു, ഇപ്പൊ കുറച്ചു നേരത്തെ വിളിച്ചു. അപ്പൊ അവൻ പറഞ്ഞു വിശേഷിച്ചൊന്നുമില്ല, അട്ടയില് ശാന്താണ്, ഇപ്പൊ ഒന്നുമില്ല എന്നും പറഞ്ഞു. ഇത് മനസ്സിലാക്കി മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഗസയിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്ന വീടും എല്ലാം ഉപേക്ഷിച്ച് അവർ കിട്ടാവുന്ന കയ്യിലെ ചെറിയ വസ്തുക്കളുമൊക്കെ എടുത്തുകൊണ്ട് കൂട്ടപ്പലായനം നടത്തുകയാണ്. കൊടും പട്ടിണിയിലാണ്. അടുത്ത നേരത്തെ ഭക്ഷണം എങ്ങനെ കിട്ടുമെന്ന് അവർക്ക് അറിയാത്ത അവസ്ഥയിലാണ്. രോഗം വന്നാൽ ആ രോഗം മൂർച്ഛിച്ചു മരിച്ചു പോവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ ഒരു ജനത കൂട്ടപ്പലായനം നടത്തേണ്ട അവസ്ഥ. അപ്പോഴും ഈ ഐക്യരാഷ്ട്രസഭയും ലോകത്തെ പ്രധാനപ്പെട്ട വമ്പൻ രാജ്യങ്ങളുമൊക്കെ മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ അവർ ഇതിനെ അപലപിക്കുന്നു എന്നുള്ള ഒരു ഔദ്യോഗിക കൃത്യം, അതിനപ്പുറത്തേക്ക് ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഒരു ഇടപെടലും നടത്തുന്നില്ല. നമസ്കാരം കിരൺ. നമസ്കാരം. ഇത്
നമ്മൾ ഈ പറയുന്നുണ്ടേ, ഇപ്പോഴത്തെ ആൾക്കാർ പറയും അത് ജാതിയാ, മറ്റേതാ മറിച്ചേതാ, ജാതി സ്നേഹം കാണിക്കുക എന്നൊക്കെ. നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഇതുപോലൊരു അനുഭവം വരുന്നതെങ്കിൽ ഈ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ ഭീകരവാദിയായിട്ട് തന്നെ മാറും. അതിന് യാതൊരു തർക്കവും ഉണ്ടാകുന്ന കാര്യമില്ല. അങ്ങനെയാണ് ഈ ഹമാസ് ഉണ്ടാകുന്നത്. ഇവരിൽ നിന്ന് തന്നെയാണ് ഈ ഹമാസ് ഉണ്ടാകുന്നത്, തീവ്രവാദം ആയിട്ട് വരുന്നത്. അവരെ നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് ലോക രാജ്യങ്ങൾ ഇത് എന്തുകൊണ്ട് വിലക്കുന്നില്ല? ഇവർ കാണിക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ തോന്നിയാവസമില്ലയോ കാണിക്കുന്നത്? ഇത് എന്തുമാത്രം ജനങ്ങളെ മരണപ്പെട്ടേക്കുന്നത്? ഏതാണ്ട് ഇപ്പൊ 1.25 ലക്ഷം ജനങ്ങളെങ്കിലും അവിടെ മരണപ്പെട്ടു കാണും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. ഇപ്പൊ വീണ്ടും മെനഞ്ഞാന്ന് തുടങ്ങിയിരിക്കുക കരയുദ്ധം. എത്ര എണ്ണമാണ് മെനഞ്ഞാന്ന് ഇന്നലെയായിട്ട് അവിടെ മരണപ്പെട്ടേക്കുന്നത്? എത്രയോ കുഞ്ഞുങ്ങളാണ് എത്രയോ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത്. ഇത് നമ്മളിത് അറിയുമല്ലയോ? ടി വിയിലും അല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ലയോ? ഓരോ കുഞ്ഞുങ്ങളുടെ കോലം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ഇതേപ്പറ്റി ചർച്ച നടത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയും അത് വർഗീയതയാണ്, അത് പറയുന്നതാണ്. ഇത് ജാതിയും പട്ടിണി വർഗീയതയും. കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് വർഗീയത? അവർക്ക് മതം ഏതാണ്, ജാതി ഏതാണ്, ദേശം ഏതാണ് എന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങൾ, 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, 5 വയസ്സിൽ താഴെയുള്ള 5000-ഓളം വരുന്ന കുഞ്ഞുങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? അവർക്ക് മതമെന്നോ ജാതിയെന്നോ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയും പോലും കഷ്ടിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രായം പോലും എത്തുന്നതിന് മുമ്പേ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിനൊക്കെ മരണപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് ഈ ജാതിയും വർഗീയതയും ഒക്കെ പറയുന്നവ? മനുഷ്യരാണോ? ഈ ചാനലിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഈ ചാനലിൽ തന്നെ ചർച്ച വെച്ചപ്പം നാരായണ ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് മനുവായിരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, അങ്ങനെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യർ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഗസയിൽ. അവിടെ എന്തോ ആയിക്കോട്ടെ, ആ മനുഷ്യരെ ആകെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ജനങ്ങൾ. അവിടെ നിന്ന് ഉള്ള ഉടുതുണിക്ക് മറുതുണി മാത്രം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആകെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് എന്തെടുക്കാൻ കഴിയും അത് മാത്രം എടുത്തുകൊണ്ട് കൂട്ടപ്പലായനം നടത്തുകയാണ്. കുറച്ചുപേർ വഴിയിൽ വീണു മരിച്ചു പോകാം, മറ്റു ചിലർ ചിലപ്പോൾ മറ്റേതെങ്കിലും ദേശത്തെത്തി ചിലപ്പോൾ ജീവിച്ചിരിക്കാം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഒരു ദേശം നീങ്ങുന്നത്. അപ്പോഴും ഒരു ശക്തമായ ഇടപെടൽ, ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ശക്തമായ ഒരു താക്കീത് ലോകരാജ്യങ്ങൾ നൽകുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ ലോകരാജ്യങ്ങൾ നോക്കിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞാല് കണ്ണിച്ചോരയില്ലാതെ മനുഷ്യമൃഗത്തിന്റെ രൂപത്തിലല്ലേ അതിന്റെ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രസിഡന്റ് ചെയ്യുന്നത്. അപ്പോ ലോകരാഷ്ട്രങ്ങൾ പേടിപ്പിക്കണം. അതായത് ചങ്ങലക്ക് ഭ്രാന്തളിയാൽ എന്താ ഇയാൾ മേലെ നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി. എത്ര കുട്ടികളെ ദയനീയമായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാ ചാനലിലും എല്ലാ ഇതിലും ദൃശ്യമാധ്യമത്തിലും ശ്രവ്യമാധ്യമത്തിലും എല്ലാം കാണുന്നില്ലേ, കാണുന്നേയും കേൾക്കുന്നേയും ചെയ്യുന്നില്ലേ. എന്നിട്ട് ജനങ്ങൾ ഓരോ വലിയ വലിയ ബമ്പൻ രാജ്യം അങ്ങ് സ്പേസിലും അങ്ങും ഇങ്ങും എല്ലാം കോടാനുകൂടി കത്തിച്ച് അളിഞ്ഞ് അങ്ങ് പായ ഓർക്ക് ഇത് കിട്ടിയ. എന്നിട്ട് പ്രശ്നം ഇത് മനുഷ്യനല്ലേ. നമുക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളെല്ലാം ബുദ്ധിയും പകതിരിവില്ലേ. മനുഷ്യൻ ലോകരാഷ്ട്രങ്ങൾ അടക്കം കൊടുക്കണ്ടേ ഈ പെരാന്തന? തന്നെ പറയണോ? ഇയാൾ മെന്റൽ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. അതായത് ഗ്രീഡി അത്യാർത്ഥി, രാജ്യം പിടിച്ചടക്കണം. ഇത് വേറൊന്നും ചിന്തയില്ല. അവന് മക്കളും കുടുംബവും, അയാൾക്ക് മക്കളും കുടുംബവും ഒന്നും നോക്കുന്നില്ല. അങ്ങനത്തേനെല്ലാം നമ്മൾ പിന്നോട്ട് അടിക്കുമ്പോൾ അല്ലെ മുമ്പ് ഉള്ള കാലങ്ങളിൽ ഇങ്ങനെ ചെയ്തതിനെല്ലാം പലതരത്തിൽ ആപത്ത് വന്നിട്ടില്ല. അത് ചിന്തിക്കണം. ഇതിനെല്ലാം മരുന്നെടുക്കണം. സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റിനെ സാറെ കാണിച്ചിട്ട് മരുന്നെടുക്കണം. ഇത് ലോകരാഷ്ട്രങ്ങളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പോംപടിയാട്ടെ. ചിരിക്കലല്ല, അത്രയും വേദനയാണ്. കുട്ടികൾ ഏത് തരത്തിലെ കാണണ്ട ഇങ്ങനെ ഗഹനി പിടിച്ച പോലെ ഭക്ഷണത്തിന് പായി നമ്മള് ഇവിടുന്ന് 3 നേരം 4 നേരം 5 നേരം വിശ്രാന്തം ഭക്ഷിക്കുമ്പോ ഈ രാജ്യങ്ങളൊന്നും കാണുന്നില്ല. ഈറ്റയൊക്കെ കണ്ണിച്ചോരില്ല. ഇനിയല്ല ആദ്യമില്ലേ ഞാൻ എപ്പോ പറയുന്ന പോലെ ഈ വോട്ടർമാരില്ലേ, ഈ പ്രസിഡന്റിനോ പ്രധാനമന്ത്രി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഈറ്റകളെ കൊണ്ട് ആദ്യം ഈറ്റകൾ മെന്റൽ ഡിസീസിന് ഉണ്ടാവും, സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. അത് ടെസ്റ്റ് ചെയ്തിട്ട് വോട്ട് കൊടുക്കാം. ശ്രീ ദിവാകരൻ, അങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിച്ചു പോകും. ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ഒരു ജനതയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരം കൂട്ടക്കുരുതി ഈ ആധുനിക കാലത്തും നടത്തുന്ന ഭരണാധിപന്മാരെ അങ്ങനെയൊക്കെ അയക്കേണ്ടി വരും ചിലപ്പോൾ. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, ലോകത്തിനു മുന്നിൽ വലിയൊരു വേദനയായി നിൽക്കുകയാണ് ഇപ്പോൾ ഗസ. അവിടെ നിന്ന് കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
നമസ്കാരം സാർ. നമസ്കാരം. അത്യന്തം വേദനയോട് കൂടിയിട്ടാണ് ഇത്തരം വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്താ പറയാ, ശരീരം തണുത്തുറഞ്ഞു പോവുകയാണ്. എന്തായാലും എല്ലാ വിദ്വേഷങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള വഴികൾ ബന്ധപ്പെട്ട കക്ഷികൾ എത്രയും വേഗം എടുക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. എന്താ പറയാ, വാശിയും വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട്, ഈഗോ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും, അതായത് ഇസ്രായേൽ പറയുന്നത് കേൾക്കുക, ഹമാസ് പറയുന്നത് കേൾക്കുക എന്നുള്ള ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. ഇതിങ്ങനെ തുടരുന്നത് എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റില്ല. ടി വി കാണുമ്പോൾ, ഈ ന്യൂസ് കാണുമ്പോൾ കേൾക്കാനും കാണാനും പറ്റാത്തത്ര വിഷമമാണ്. നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോണ കാണുമ്പോ, എല്ലാം തോലുമായിട്ട് ഇങ്ങനെ പോണ കാണുമ്പോൾ ഭക്ഷണം ഇല്ലാണ്ട് ഈ ഭക്ഷണം വരുമ്പോ ഈ ചട്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിന് ഒരു അറുതി വരുത്തുന്നുള്ളതാണ് ഏറ്റവും ഈ പുരോഗമനമായി ഇത്രയും പുരോഗമിച്ചു രാജ്യം, ഈ ലോകം. എന്നിട്ടും ഇതിന് ഇത്തരം ഒരു എന്താ പറയാ, ഇരുകൂട്ടരും, ഹമാസ് ആയാലും ഇസ്രായേൽ ആയാലും ഇരുകൂട്ടരും ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതിന് ലോകരാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലുള്ള സംസാരവും ചിന്തകളും പരിഹാരത്തിന് പിറകോട്ടടിക്കുള്ളൂ. അതായത് എല്ലാവരും മുന്നോട്ട് വന്ന് ഇത് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ GCC രാജ്യങ്ങളായാലും അമേരിക്ക ആയാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായാലും ഇറാൻ, ഇറാഖ് എല്ലാ രാജ്യങ്ങളും കൂടിയിരുന്ന് ഇതിലൊരു ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര കാലമായി താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ പ്രസന്ന. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഇതുവരെ ദുരിതങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ദുരിതം തീമഴ പോലെ പെയ്യുകയാണ് ഗസയിൽ. ആളുകൾക്ക് ജീവിക്കാൻ കഴിയാതെ പട്ടിണി കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളെയുമായി മുതിർന്ന ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടപലായനത്തിൻ്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോഴും ലോകരാജ്യങ്ങൾ ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഇടപെടുന്നില്ല കാര്യമായി. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ മനുവാണ് കാസർഗോഡ് നിന്ന്. ശ്രീ മനു പറഞ്ഞോളൂ. ഹലോ, നമസ്കാരമുണ്ട് ശ്രീ മനു, പറഞ്ഞോളൂ. നമസ്കാരം. ഞെട്ടിക്കുന്നൊരു വാർത്തയല്ലേ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നല്ലേ? നമ്മൾ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ കാണുന്നത്? ന്യൂസ് എല്ലാം നോക്കുമ്പോൾ അതിവൈകാരികമായ ഒരു കാര്യമല്ലേ കാണുന്നുള്ളത്? ഹലോ, കേൾക്കാം മനു, പറഞ്ഞോളൂ. ഹലോ, ശ്രീ ഷാഹുൽ ഹമീദാണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷാഹുൽ, ഇങ്ങനെയൊക്കെ ഒരു ലോകത്ത് കൂട്ടക്കുരുതി നടക്കുമ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്വം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക്, ഐക്യരാഷ്ട്രസഭയ്ക്കൊക്കെ ഇല്ലേ? അവയ്ക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും കഴിയാതെ പോകുന്നത്? ഇത് ഒരു പിന്നെ ഖത്തറിൽ ഒരു ബോംബ് വീണപ്പോൾ അവരെല്ലാം ജനങ്ങൾ മുഴുവൻ അളകിയല്ലോ, ഇല്ലേ? 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളെ കൊന്നു തീർക്കുമ്പോ ഈ അറബികൾ എന്ത് ചെയ്യാണ് അവിടെ? അവർക്കൊന്നും ചെയ്യാനില്ലേ? ഇപ്പോഴും പിന്നെ അമേരിക്കയുടെ വാലാട്ടി നിൽക്കാനുള്ള അറബികള്. ഇന്നലെയും അറബികൾ പിന്നെ അവർക്ക് എന്താണ് ജോലി അവിടെ? പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ശ്രീ ഷാഹുൽ ഹമീദ് ഉന്നയിക്കുന്നത്. അറബ് രാജ്യങ്ങളടക്കം ഖത്തറിലേക്ക് ബോംബ് വീണപ്പോൾ അവിടെ ഉച്ചകോടിയൊക്കെ നടത്തിയവർ, ഗസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ദിവസവും മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ അതിനെ തടയാൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പാത്രങ്ങളുമായി മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഭൂമിയിലേക്ക് ജനിച്ചു വീണ് തിരിച്ചറിവ് പോലും ആവാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ബോംബിട്ട് കൊല്ലുന്ന ഒരു രാജ്യം. ഇപ്പോൾ ഗസയിലേക്ക് കടന്നു കയറി അവിടെ കരയുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ. അപ്പോഴും അത് അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. വളരെ വേദനാജനകമാണ്. ഇത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണെങ്കിൽ ഈ ഇസ്രായേലിന്റെ അന്ത്യം അടുത്തെന്നേ പറയാനുള്ളൂ. പിന്നെ കേരളത്തിലെ ചാനലുകൾ കാണിക്കുന്ന ദൃശ്യമായതുകൊണ്ട് എന്നെ പോലത്തെ വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. പക്ഷെ എങ്കിലും ഇതൊരു കേരളത്തിലെ ചാനലുകൾക്ക് പ്രത്യേകിച്ച് അവിടെ റിപ്പോർട്ടറെ വിട്ടെടുക്കുന്ന ദൃശ്യങ്ങളൊന്നുമല്ല, ഇന്റർനാഷണൽ മീഡിയ ഒക്കെ ഈ ദൃശ്യങ്ങളൊക്കെ തരുന്നതാണ്. അല്ല, ഇത്ര ദയനീയമായ രൂപത്തിൽ ഏകപക്ഷീയമായിട്ട് ഇസ്രായേല് ഒരു സമൂഹത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ അന്ത്യം തന്നെയാണ്.
എന്നിരുന്നാലും കേരളത്തിൽ ഈ ചാനലുകൾ കാണിക്കുന്ന പോലത്തെ ദൃശ്യമൊന്നും അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഇതിനു മുമ്പേ തന്നെ ഇടപെട്ട് പിന്നെ ഞങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണോ ഈ കാണുന്നതൊക്കെ? അല്ല, നിങ്ങളുടെ ദൃശ്യത്തെ പറ്റി അങ്ങനെയൊന്നും അല്ല, പറയണ്ട. ഞങ്ങളുടെ അല്ല, കേരളത്തിലെ ഒരു ചാനലുകളും അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയല്ല ഗസയിലെ ദൃശ്യങ്ങളൊന്നും കാണിക്കുന്നത്. അല്ല, നിങ്ങളുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കാണാൻ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ ഇസ്രായേൽ ഏകപക്ഷീയമായി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കണം, അതിന് യാതൊരു സംശയവും വേണ്ട. ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ഒരു അക്രമം അവിടെ ഉണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾ കൈയും കെട്ടി അങ്ങനെയൊന്നും നോക്കി നിൽക്കൂന്ന്. പക്ഷെ നോക്കി നിൽക്കുകയാണ് ശ്രീ ബാലകൃഷ്ണൻ. ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയൊന്നും ഒന്നിനും കൊള്ളാത്തവരാണെന്നാ താങ്കൾ പറയുന്നത്. ഇത്രയധികം ഇപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും, അതിന് യാതൊരു സംശയവുമില്ല. ഐക്യരാഷ്ട്രസഭയൊക്കെ അപലപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. അവരൊക്കെ ഇസ്രയേലിനെ പേടിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ പേടിച്ച് നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് സാർ. അമേരിക്കയും ഒരു പക്ഷത്തെയും ആരും പേടിക്കില്ല. ഐക്യരാഷ്ട്രസഭയൊന്നും ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തെ അമർച്ചുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുകയും ചെയ്താൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടും. പക്ഷെ ഒരു പരിധിവരെ ഇതൊക്കെ ഉണ്ടാവാം. കേരളത്തിലെ മാധ്യമത്തിലെ ദൃശ്യത്തിന് ഞങ്ങൾ താങ്കൾക്ക് വിശ്വസിക്കുമോ വിശ്വസിക്കാതിരിക്കുമോ ഒക്കെ ചെയ്യാം. ഇന്ത്യയിൽ നടക്കുന്ന സംഭവം തന്നെ ഇല്ലാത്തത് പെരുപ്പിച്ച് കാണിക്കുന്ന ചാനലാണ് നിങ്ങളതൊക്കെ. ശരി, ഓക്കെ, താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ഇതിന് ഞാൻ കൂട്ടുനിൽക്കുന്നില്ല. ഏകപക്ഷീയമാണെങ്കിൽ ഇസ്രായേലിന്റെ അന്ത്യം അടിച്ചിരിക്കുന്നു. ശരി, യാതൊരു സംശയമില്ല. ശരി. ശ്രീ പ്രജിയാണ് വൈക്കത്ത് നിന്നും വിളിക്കുന്നത്. ശ്രീ പ്രജി, ഇങ്ങനെ ഒരു കൂട്ടക്കുരുതി ലോകത്ത് നടക്കുമ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്തം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക്, ഐക്യരാഷ്ട്രസഭയ്ക്കൊക്കെ ഇല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? ഓക്കെ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കൾ ഈ കിടന്നുറങ്ങുന്ന സമയത്ത്, താങ്കളൊക്കെ കിടന്നുറങ്ങുമല്ലോ, ആ സമയത്ത് ഇരുമ്പ് കമ്പി പഴിപ്പിച്ചിട്ട് വായിക്കകത്ത് കൊണ്ടുവച്ച് കുത്തി തന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ വായിക്കകത്ത് ഒരാൾ ഇരുമ്പ് കമ്പി കൊണ്ട് കുത്തി തന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത്രേ അവര് ചെയ്തോളൂ. അവര് സമാധാനപരമായിട്ട് അവിടെ നിൽക്കില്ലായിരുന്നു. അവരെ 1200 ആൾക്കാരെയും കൊണ്ടുപോയി. അല്ല, ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഗാസ ബിഫോർ ആഫ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുമ്പ് യുദ്ധം നടന്നുകൊണ്ട സമയത്തിന് മുകളിൽ നിങ്ങൾ ഗാസ കണ്ടിട്ടുണ്ടോ? അത് വീഡിയോ നിങ്ങളെപ്പോലുള്ള മീഡിയാസിന് ഞാനും ആ തരത്തിലാണ് ഞാനും കണ്ടിട്ടുള്ളത്. ഞാൻ ഗസയിൽ പോയിട്ടില്ല. അല്ല, ഗസയിൽ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങളാണ് അത് അവരെ കൊണ്ടിത് ചെയ്യും. അല്ല, താങ്കളുടെ സംശയം ചോദ്യം ഇതാണ്. താങ്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കമ്പി വഴിപ്പിച്ച് വായിൽ കുത്തിക്കയറ്റുമെന്ന് പറഞ്ഞു. അത് ഏത് രാജ്യത്തോട് ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത്? താങ്കൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ എന്തിനാണ് ഇങ്ങനെ ഒരു സാങ്കല്പിക ചോദ്യം? 10,200 ആൾക്കാരെ പാരച്യൂട്ടിൽ വന്ന് വെടിവെച്ച് കൊല്ലുകയും അവരെ പിന്നെ 10,200 ആൾക്കാരെ ബന്ദികളുമാക്കിയാൽ എന്ത് ചെയ്യും? അതിന് ആ രാജ്യത്തെ നശിപ്പിക്കട്ടെ. എത്രയോ പതിറ്റാണ്ടുകളായി ആ രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ ഇസ്രയേൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ആ രാജ്യത്തെ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ എത്ര കാലമായി കൊന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും താങ്കൾ കാണുന്നില്ലേ? ഇപ്പുറത്ത് ഹമാസ് മോശപ്പെട്ട ഒരു പ്രവൃത്തി കാണിച്ചാൽ ഹമാസിനെ തിരിച്ചടിക്കണം. അതിന് പകരം ആ രാജ്യത്തെ മുഴുവൻ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മേൽ ബോംബ് വർഷിക്കുന്നത് ഏത് നീതിയാണ്? ഒരു പിഞ്ചു കുഞ്ഞിന്റെ അടുത്ത്, ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്ത് നോക്കിയാണ്. അപ്പോഴേ അവരെ തീവ്രവാദം അവർ പറയും. എന്ത് തീവ്രവാദമാണ്? 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിന്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിന് എന്ത് തീവ്രവാദമാണ് പ്രജി? ജൂതന്മാർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ ഇസ്ലാമിസ്റ്റുകൾക്ക് ബുദ്ധിയില്ല. ഇസ്ലാമിസ്റ്റുകൾക്ക് ബുദ്ധിയുണ്ടോ ബുദ്ധിയില്ല എന്നുള്ളതല്ലേ വിഷയം. അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ, സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ബോംബ് വർഷിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? പതിറ്റാണ്ടുകളായി ആ രാജ്യത്തെ ജനതയെ വഞ്ചിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം പിന്നെയും മുൻകു പറയുകയല്ലേ? അപ്പൊ ഇന്ത്യക്കാരെന്തുവാ? അവരെ ഭീകരവാദികളെ അപ്പോഴേ ഇന്ത്യ ഒരു കാലത്തും, ഇന്ത്യ അനുകൂലിക്കുന്ന എല്ലാ കാലത്തും പലസ്തീനെ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അത് നിങ്ങളെ പോലുള്ള ന്യൂസ് 18 പോലുള്ള ചാനലുകളൊന്നുമല്ല. ഇന്ത്യ എന്ന രാജ്യം അംഗീകരിക്കും. ഇന്ത്യയുടെ സൗഹൃദ രാജ്യം എന്ന് പറയുന്നത് പലസ്തീൻ തന്നെയാണ്. ഓക്കെ, ആയിക്കോട്ടെ. പാലസ്തീനോട് താങ്കൾക്ക് പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും കൊല്ലുമ്പോൾ യാതൊരു വേദനയും തോന്നില്ല, വല്ല ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും കുഴപ്പമാണ് ശ്രീ പ്രജി. ഒരു കുഴപ്പമില്ല. ആരുടെ വായിക്കാത്ത എന്ത് ചെയ്തെന്നാണ് താങ്കൾ ഈ പറയുന്നത്? താങ്കൾക്ക് ആ രാജ്യത്തിന്റെ ചരിത്രം അറിയാമോ? ആ 2 രാജ്യങ്ങൾ തമ്മിലുണ്ടായ ചരിത്രത്തെ അറിയാമോ താങ്കൾക്ക്? ഓക്കെ, അത് എന്തായിക്കോട്ടെ, അതൊന്ന് വായിക്കുകയെങ്കിലും ചെയ്യും മിനിമം. അല്ലെങ്കിൽ ഇപ്പോഴീ നടക്കുന്ന കൊലപാതകങ്ങളെ അല്ലെങ്കിൽ ഈ കൂട്ടക്കുരുതി അപലപിക്കുകയെങ്കിലും ചെയ്യും. സിനിമ മനുഷ്യനാവും. ഇപ്പൊ സംഭവിച്ചത് അവര് മര്യാദയ്ക്ക് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ആര് മര്യാദയ്ക്ക് പോയെന്നാ പറയുന്നത് താങ്കൾ? ഏത് രാജ്യം എന്ന് മര്യാദയ്ക്ക് പോയ കാര്യമാണ് താങ്കൾ ഈ പറയുന്നത്? പോയോണ്ടല്ല അവർ ഈ ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് പോകണം അവർ ചെയ്യാൻ. ശ്രീ പ്രജി, ഏത് കാലത്താണ് ഇസ്രയേൽ മര്യാദയ്ക്ക് പോയിട്ടുള്ള രാജ്യമായത്? ഏത് കാലത്താണ് അവർ മര്യാദയ്ക്ക് പോയിട്ടുള്ളത്? ഏത് കാലത്തായിക്കോട്ടെ, ഇത് മനുഷ്യരല്ലേ? മതത്തിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കേണ്ട കാര്യമുണ്ടോ? ഇത് മനുഷ്യരല്ലേ?
ആ മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ എന്താ താങ്കൾക്ക് ഇത്ര സന്തോഷം തോന്നാൻ കാരണം? പാവത്തമായിട്ട് ജീവിക്കണമായിരുന്നു. പക്ഷെ ഒരാളെ കയറി ചൊറിയാൻ നിൽക്കുമ്പോഴേക്ക് ആരെയും ചൊറിയാൻ നിന്നുകൊണ്ടല്ല, പാവപ്പെട്ട ഇസ്രായേലിലെ ജനങ്ങൾ ആരെയും ചൊറിയാൻ നിന്നില്ല. അവർക്ക് ഗതികെട്ട മനുഷ്യർ, സ്വന്തം ഭൂമിയിൽ തിരിച്ചു കയറാൻ പോലും കഴിയാതിരുന്ന മനുഷ്യർ, ആ മനുഷ്യരെയാണോ താങ്കൾ ഈ പറയുന്നത്? കഷ്ടപ്പെടേണ്ടി വരും. ഹമാസ് അവരെ ആക്രമിച്ചെങ്കിൽ ഹമാസിനെ തിരിച്ചടിക്കണം, അല്ലാതെ അവിടുത്തെ ജനങ്ങളെയല്ല തിരിച്ചടിക്കേണ്ടത്. ജനങ്ങൾ തിരികെ ഭീകരവാദികളെ മൊത്തമാണ് അവർ തുരത്തുന്നത്. ഏത് ഭീകരവാദി? എന്തായാലും ഇസ്രായേൽ ലോകത്ത് കാണിച്ച അത്ര വലിയ തീവ്രവാദമൊന്നും വേറെ രാജ്യങ്ങൾ, വേറെ ഈ പറയുന്ന സംഘടനകളൊന്നും കാണിച്ചിട്ടില്ലല്ലോ. കൊച്ചുങ്ങള്, പക്ഷെ അതല്ല, ഗാസയിലെ കൊച്ചുങ്ങൾ പട്ടിണി കിടക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരെ വെറുതെ പോയിരുന്നപ്പോ ചോണ്ടി ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആര് തോണ്ടിയിട്ട്? താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാം. എല്ലാ കാലത്തും ആളുകൾക്ക് അതിനെയൊക്കെ അനുകൂലിക്കുന്നവർ കാണും. ശരി ശ്രീ പ്രജി, നടക്കട്ടെ. താങ്കളുടെ വിശ്വാസം, താങ്കൾ ആ ചരിത്രം കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ കൂട്ടക്കുരു നടക്കുമ്പോഴും അതൊന്നും തടയാനാവാതെ ഒരു ഐക്യരാഷ്ട്രസഭ നിൽക്കുന്നതിനെ കാണുന്നത്? നമസ്കാരം മനു. പക്ഷേ ശ്രീ അനിയൻകുട്ടൻ പറഞ്ഞോളൂ. മനു നമസ്കാരം. കിരണാണ്, പറഞ്ഞോ. കിരണ. ഞാൻ ടി വിയുടെ അവിടെ നിന്ന് ഇച്ചിരി മുന്നോട്ടേക്ക് മാറി നിൽക്കുമായിരുന്നേ. എന്ന് മനു, നമ്മളിത് കണ്ടുള്ളത് പറഞ്ഞാൽ എന്തോ, ഇത് കണ്ട ഉടനെ നമ്മൾ ടി വി ഉടനെ ചാനലങ്ങ് മാറ്റുക. ഈ ഇസ്രയേലും ഹമാസും കൂടെ കിടക്കുന്ന ഈ തമ്മിലടിക്ക് നിസ്സാരമായ ഈ നമ്മുടെ കുഞ്ഞുങ്ങളെന്തോ കിടച്ചു. ഈ ഇന്നലെ നമ്മൾ കണ്ടു ആ രക്ഷകർത്താക്കൾ ആ കൊച്ചു കുഞ്ഞുങ്ങളെ തോർത്ത് വാരി ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടാൽ ഇത് ആരെങ്കിലും മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പണിയാണോ ഈ കാണിക്കുന്നത്? നമ്മളിപ്പോൾ ഹമാസിനെയോ ഇസ്രയേലിനെയോ അല്ല ഒന്നും നമ്മൾ കുറ്റം പറയാനില്ല. ഇത് ഐക്യരാഷ്ട്രസഭ ഇടപെടണം. അവർക്ക് ഇടപെടാൻ കഴിവില്ല. ഇവിടുത്തെ ജനാധിപത്യമായിട്ടുള്ള രാജ്യങ്ങളില്ലേ, ഇന്ത്യ ഉണ്ട്, പിന്നെ സൗദി ഉണ്ട്, ജപ്പാനുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഇങ്ങനെയുള്ള ജനാധിപത്യ രാജ്യമായിട്ട് ഈ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തണം. അവർക്ക് പോഷകാഹാരം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായത്. ഇത് അടിച്ചമർത്തണം. ഇവരെ രണ്ടുപേരും തന്നെ തൂക്കിലേറ്റണം. അത് ഐക്യരാഷ്ട്രസഭ മുൻകരുതലായിട്ട് ഇറങ്ങി എല്ലാ ജനാധിപത്യ രാജ്യങ്ങളെയും നേതാക്കളെയും എല്ലാം കൂട്ടി അവരെ തൂക്കിക്കൊള്ളണം. അവരെ കുഞ്ഞുങ്ങളെ എന്തിനാ വിടുന്നത്? നമ്മളിത് കണ്ടിട്ടത് കഴിഞ്ഞത് എന്തോ ഒരു മനുഷ്യൻ നമുക്കൊക്കെ ഇത് പറയാൻ സാധിക്കുമോ? അത് വലിയൊരു അപകടം പിടിച്ച കാര്യമല്ലേ ഇത് പോകുന്നത്? ദോഷമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സുകുമാരൻ, ഗസയിൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഗസയുടെ ഏകദേശം നിയന്ത്രണം തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലായി എന്നുള്ള തലത്തിൽ റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. കൂട്ടപലായനം നടത്തുകയാണ് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ. പട്ടിണി കൊണ്ട് എത്രയോ മാസങ്ങളായി 5 ലക്ഷത്തോളം വരുന്ന മനുഷ്യരാണ് കൊടും പട്ടിണിയിൽ കഴിയുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ തന്നെ കണക്കുകൾ വരുന്നത്. അപ്പോഴും ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയാനുണ്ട് സാറേ, ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം ഇക്കാര്യത്തിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണം എത്രയും പെട്ടെന്ന്. സാർ കേൾക്കാം, പറഞ്ഞോളൂ. എത്രയും പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം. എത്രയും പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടണം ഈ കാര്യത്തിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടണം എന്നുള്ള അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ തന്നെ വരുന്നു എന്നുള്ള ശ്രീ വർഗീസാണ് വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഇങ്ങനെ ഒരു ആക്രമണത്തെ തടയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ നീതി ഏതു തരത്തിലെയാണ് പോകുന്നത് എന്നതുകൂടി വിലയിരുത്തേണ്ടത്? ശ്രീ വർഗീസ് പറഞ്ഞോളൂ. ശ്രീ വർഗീസിന് കേൾക്കാമെന്ന് തോന്നുന്നു. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. സാർ, ഈ കൂട്ടക്കൊല എന്ന് പറയുമ്പോൾ വെച്ചാൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളെ രാജ്യത്ത് അല്ലെങ്കിൽ തന്നെ മറ്റൊരു രാജ്യത്താണെങ്കിൽ തന്നെയും കൊച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് സാർ, വളരെ ദയനീയമാണ്. അതായത് നമ്മളുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇടപെട്ടിട്ട് ഈ ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇടപെടണമെന്ന് തന്നെയാണ് സാർ എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണോ? ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞു. എന്റെ അഭിപ്രായത്തില് ഈ തീവ്രവാദം ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ഏത് രാജ്യമാണെങ്കിലും സാർ പറഞ്ഞോളൂ. ഏത് രാജ്യമാണേലും തീവ്രവാദം ശരിയല്ല. കാരണം ഇന്ത്യയായിട്ട് പാകിസ്ഥാൻ ഇപ്പൊ എത്ര പ്രാവശ്യമായി നമ്മളോട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ
ഇത് തീവ്രവാദം ഇല്ലാതാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റേത്. പിന്നെ കുട്ടികളെയും സ്ത്രീകളെയും ചെയ്യുന്നത് അത് യോജിക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് എന്റെ അഭിപ്രായം ഉള്ളത്. ശരി, ശ്രീ സന്തോഷ്. ശ്രീ വർഗീസാണ് വൈക്കത്ത് നിന്നും. ശ്രീ വർഗീസ്, ഇങ്ങനെ ഒരു കൂട്ടക്കുരു നടക്കുമ്പോൾ ഇതൊക്കെ തടയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഐക്യരാഷ്ട്രസഭയൊക്കെ. പക്ഷെ അവർക്ക് അത് അവസാനിപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ 195 സാറേ കേൾക്കാൻ പറഞ്ഞോളൂ. 195 രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഘടനയാണ് UN. ഈ UN ഇന്നേ വരെ ഈ പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടതയാണത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഇത് ഒരു 3 മാസം മുമ്പ് ഒരു സംഭവം നടന്നത് നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. പാലസ്തീനിലെ സ്ത്രീകളും പുരുഷന്മാരും ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ഹമാസും ഇസ്രയേലും ഈ മണ്ണിൽ നിന്ന് മാറിയാൽ ഇവിടെ സമാധാനം ഉണ്ടാവുന്നു. സാറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ന്യൂസ്? അത് റിപ്പോർട്ട് ചെയ്തതാണ്. പലസ്തീൻ ജനത എല്ലാവരും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരൊന്നുമല്ല. അവർ ഹമാസിനെ കൊണ്ടുകൂടി പൊറുതിമുട്ടി നിൽക്കുന്ന ആളുകൾ കൂടി ഉണ്ട് അവിടെ. ശരിയല്ലേ? അപ്പൊ അവര് പറഞ്ഞതാണ് നിങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സമാധാനം ശാന്തത ഉണ്ടാവുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ നമ്മുടെ ഇന്ത്യയിലുള്ളവരും എല്ലാവരും മതപരമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. അത് ആദ്യമേ മാറ്റിക്കഴിഞ്ഞാൽ ലോകത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റും. അത് ഉറപ്പാണ്. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലരുടെയും അഭിപ്രായം കാണുമ്പോൾ അവർ മതപരമായിട്ടാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യർ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നത് എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് എന്നത് കൂടിയാണ്. അല്ല സാറേ, ബോത്ത് സൈഡ് 2 സൈഡിലുണ്ട്. ഒരു സൈഡ് മാത്രമല്ല. ജൂതൻ ചത്താലും ഇവിടെ കുഴപ്പമില്ല. അതെ, അങ്ങനെ ഉണ്ട്. ഏത് മനുഷ്യനായാലും, മനുഷ്യൻ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഒരു മനുഷ്യൻ, സാധാരണപ്പെട്ട മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ ഏത് മതമായാലും അവരെ ഒന്നും മതവിശ്വാസികളെന്നല്ല വിളിക്കേണ്ടത്. അവരെയൊക്കെ തനി മനുഷ്യരെന്ന് പോലും വിളിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വർഗീയവാദികളെന്ന് പോലും വിളിക്കാൻ കഴിയില്ല. അതിനൊക്കെ അപ്പുറത്തെ എന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതാണ് പ്രയോഗിക്കേണ്ടത്. സാറേ, ഈയിടെ ലീലാവതി പുള്ളിക്കാരത്തി ഒരു പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഏത് കുഞ്ഞുങ്ങളായാലും എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഈ 32 കുഞ്ഞുങ്ങളെ, അല്ല 52 കുഞ്ഞുങ്ങളുണ്ട്, അതിനകത്ത് 32 കുഞ്ഞുങ്ങളായിരുന്നു. അവരെ എങ്ങനെയാണ് ഹമാസ് റേപ്പ് ചെയ്തത് സാറ്, അതിന് വീഡിയോ എന്റെ ഇരിപ്പുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. നമ്മള് ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ആ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, എനിക്ക് തുല്യ. എനിക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസവും. വർഗീസ്, ഏത് സ്ഥലത്തായാലും ഏത് മതത്തിന്റെ പെട്ടവരായാലും കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആശയം കൊണ്ടോ മതം കൊണ്ടോ ജാതി കൊണ്ടോ ഒന്നും അടയാളപ്പെടുത്തവരല്ല. അവർ മരിക്കുന്ന, അവർക്ക് നേരെ ബോംബിട്ട് അവരെ കൊല്ലുന്നത് അത് കാട്ടാള നീതിയാണ്. സാറേ, എത്ര ദയനീയമാണത്. അതാണ് ഏറ്റവും വലിയ രസം. അന്നേരം അവിടെ പറയുന്നത് ഹമാസിന്റെ കുഞ്ഞുങ്ങളെ എത്തു, അതിന്റെ പാലസ്തീന്റെ കുഞ്ഞുങ്ങളെ എത്തു, ജൂതന്റെ കുഞ്ഞുങ്ങളെ എത്തു. അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ചെന്നല്ല എല്ലാവരും പറയണം. ആ കുഞ്ഞ് മരിച്ചു, ഹിന്ദു കുഞ്ഞ് മരിച്ചു, ക്രിസ്ത്യാനി കുഞ്ഞ് മരിച്ചു എന്ന് ഇന്നത്തെ സമൂഹം പറയുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. കുഞ്ഞുങ്ങൾ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ വർഗീസ്. ശ്രീ രതീഷാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് പറയാം. കിരൺ ബാബു, കുഞ്ഞുങ്ങൾ മരിച്ചു, നമ്മളെ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും എല്ലാം മരിക്കുന്നത് വിഷമകരമായ കാര്യം തന്നെയാണ് എവിടെയായാലും. അങ്ങനെ ആവുമ്പം ഇപ്പൊ ഇതിന്റെ ഈയിടെ ടോമി സെബാസ്റ്റ്യനും അഭിലാഷ് മോഹനും കൂടി ചർച്ച ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ പല തിരുത്തലുകളും വരുന്നുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല പലരും. അതൊരു വലിയ വിഷയമാണ്. അവിടെ ഹമാസ് സൃഷ്ടിക്കുന്ന കുറെ വാർത്തകളുമുണ്ട്, ശരിയായ വാർത്തകളുമുണ്ട്. പക്ഷേ കറക്റ്റ് കാര്യങ്ങള് ശരിയായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തിരുത്തൽ വരുന്നില്ല. വിദേശ മാധ്യമങ്ങളൊക്കെ തിരുത്തൽ കൊടുക്കുന്നുണ്ട്. എന്താണ് മലയാള മാധ്യമങ്ങൾ അവിടെ പോയി തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, മലയാള മാധ്യമങ്ങളല്ല ഞാൻ പറഞ്ഞേ. ഏതായാലും വിദേശ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയല്ലേ നിങ്ങൾ കൊടുക്കുന്നേ? വിദേശ ഏജൻസികളൊക്കെ വളരെ കൃത്യമായി ആധികാരികമായി ആശ്രയിക്കാൻ കഴിയുന്ന വിദേശ ഏജൻസികളൊക്കെ, BBC ആയാലും CNN ആയാലും അൽ ജസീറ ആയാലും ഒക്കെ ഉള്ള ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ അവിടെ അവരുടെ 247 മാധ്യമ പ്രവർത്തകരാണ് ഈ സ്ഥലം റിപ്പോർട്ട് ചെയ്യാൻ പോയി മരണമടയേണ്ടി വന്നത്. അഭിലാഷ് മോഹൻ ഒരു മോശം മാധ്യമ പ്രവർത്തനമല്ലല്ലോ. ആരും മോശം അല്ല. അതിന് എന്താ, എനിക്ക് താങ്കൾ പറയുന്ന വിഷയം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് എനിക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അതിനകത്ത് കൃത്യമായിട്ട് തെളിവുകൾ നിരത്തിയാണ് ടോമി സെബാസ്റ്റ്യനും അഭിലാഷ് മോഹനോട് ചർച്ചയുണ്ട്. നല്ല ഞാൻ ആ ചർച്ച കണ്ടില്ല. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതിൽ തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവരല്ല. താങ്കൾ പറഞ്ഞ മാധ്യമപ്രവർത്തകരടക്കം ആധികാരികമായി ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ ഇതേക്കുറിച്ച് അറിയാവുന്നവരുടെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ആരിഫ് ഹുസൈൻ നിങ്ങളുടെ ചർച്ചയിലൊക്കെ വരുന്നത് ഖുറാനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജൂതന്റെ ഉന്മൂലനം ചെയ്യണമെന്ന്. ഈ ഹമാസിന്റെ ബൈലോയിലും ഉണ്ടത്, ജൂതനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. മരങ്ങൾ അതിനെ കാത്തു നിൽക്കുന്നു, ഒരു മരം മാത്രം അതിനെ തടഞ്ഞു നിർത്തും എന്നൊക്കെ പറഞ്ഞൊരു ഖുറാനില്. അതിന്റെ കൃത്യമായ ആയത്തൊക്കെ ആരിഫ് ഹുസൈൻ അത് കറക്റ്റായിട്ട് കാണിച്ചു.
ഇതിന്റെ എല്ലാം പ്രശ്നം മതം മാറ്റി വെച്ച് മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഈ രണ്ടുപേർക്ക് ഈ പ്രശ്നം ഒന്നുമില്ല. അല്ലെ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ ബോംബ് വർഷിക്കുന്നതിന് പാവപ്പെട്ട മതത്തിന്റെ അവരെ മറയാക്കി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ എല്ലാ കാലത്തും ഈ ലോകത്തെ പോലീസ് അവർക്ക് ആയുധമുണ്ട്, ശേഷിയുണ്ടെന്ന് കരുതി അവർ ഇത് ചെയ്യുന്നതിനെ തടയുന്നതിന് പകരം അവർ മതമായതുകൊണ്ട് മതത്തിന്റെ മതങ്ങളെല്ലാം നന്നാക്കിയ ശേഷം ആ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനൊന്നും കഴിയില്ലല്ലോ. അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗാസ സ്ട്രിപ്പ് മറ്റേ ഈജിപ്ത് പിടിച്ചെടുത്തോണ്ട് പോയായിരുന്നു. അവിടുന്ന് ഈജിപ്തിനോട് യുദ്ധം ചെയ്ത് ഈ സ്ട്രിപ്പ് പിടിച്ചെടുത്ത് പിന്നെയും പാലസ്തീന് കൊടുത്തത് ഇസ്രായേലാ അല്ലേ? പാലസ്തീന് കൊടുത്ത ഇസ്രായേലാണ്. ഈ ഗാസ സ്ട്രിപ്പ് എന്ന് ശ്രീ രതീഷ്, താങ്കൾ എന്തായാലും താങ്കളുടെ കൃത്യമായിട്ട് ചരിത്ര വീഡിയോകളുണ്ടല്ലോ. ശരി രതീഷ്, താങ്കളുടെ ചരിത്ര ബോധ്യങ്ങൾ നിൽക്കുക. തൽക്കാലം ഇല്ലാത്തതുകൊണ്ടും ശരി രതീഷ്, നടക്കട്ടെ രതീഷിന്റെ കാര്യങ്ങൾ. ശ്രീ വിനയകുമാറാണ് തിരുവനന്തപുരത്തും. ശ്രീ വിനയകുമാർ, ലോകത്തിങ്ങനെ ഒരു കൂട്ടക്കുരു നടക്കുമ്പോൾ അത് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന അടക്കം അത് തടയാതെ അപലപിച്ചു മാത്രം മാറി നിൽക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഐക്യരാഷ്ട്ര സംഘടന ഇടപെടേണ്ടതാണ്. വ്യക്തമായ രീതിയിൽ തന്നെ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇസ്രായേൽ ഇപ്പൊ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ നീതികേട് തന്നെയാണ്. കുട്ടികൾ അടക്കമുള്ളവരുടെ മേൽ ബോംബിടുന്നത്. പക്ഷെ ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് ആലോചിക്കണം. നേരത്തെ ആ പ്രിജി പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ചരിത്രങ്ങളൊക്കെ മിസ്റ്റർ കിരൺ പോയി പഠിക്കാനൊക്കെ പറയുന്നത് കേട്ടു. ഈ 1948 ഈ രാജ്യം പിറന്നു വീണതിന്റെ പിറ്റേ ദിവസം 5 രാജ്യങ്ങൾ ഒന്നിച്ചു കയറി ആ രാജ്യത്തെ ആക്രമിച്ചതാണ്. അപ്പൊ നമുക്ക് 1948 മുതലുള്ള ചരിത്രം നോക്കണ്ട, 2000 വർഷം മുമ്പുള്ള ചരിത്രം മുതൽ തുടങ്ങണം. കാരണം ചരിത്രം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെച്ച് ആരംഭിക്കാൻ പറ്റില്ല. ജൂതൻ സ്വന്തമായിട്ട് ജൂതന്റെ കെയർ ഓഫിൽ അല്ലെ ജൂതന്റെ ഇസ്രായേൽ. അവിടെ നിന്നാണ് അവർ പല റോമാക്കാരായി പലരായി അവസാനം അറബികൾ വന്നു. അവര് ആട്ടി ഓടിക്കപ്പെട്ട് പല സ്ഥലത്തേക്ക് അവർ ചെതറിപ്പോയി. ഹിറ്റ്ലർ ഏതാണ്ട് 50 ലക്ഷത്തോളം പേരെ കൊന്നു. തിരിച്ച് അവർ കാശ് കൊടുത്ത് മേടിച്ച വസ്തുവിൽ വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞ് ഐക്യരാഷ്ട്ര സംഘടന ഇംഗ്ലണ്ടും 2ാം ലോകമായതിനു ശേഷം എല്ലാവരും കൂടെ ഇടപെട്ട് അവർക്കൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു. ആ ഉണ്ടാക്കി കൊടുത്ത രാജ്യത്തിനെ അങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാനേ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് 5 രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ചത്. അതിന്റെ പിറ്റേ ദിവസം ഇസ്രായേൽ സ്വന്തമായിട്ട് ഒരു ആക്രമണം പോലും തുടങ്ങി വെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ 2 പടങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാകും ഒക്ടോബർ 7 മുമ്പുള്ള ഗസ എങ്ങനെയിരുന്നു, ഒക്ടോബർ 7 ഇപ്പോഴത്തെ ഗസ എങ്ങനെ ഇരിക്കുന്നു. ഇത് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നതാണ്. ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേൽ എന്തായാലും പലസ്തീൻ ജനതയോട് കാണിച്ച അത്ര ക്രൂരതയൊന്നും പലസ്തീനിലെ ഒരു സംഘടനയും ഇനി ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾ പോലും താങ്കൾക്ക് അറിയാവുന്നത് കൂടിയാണ് പറഞ്ഞത്. ആകെ അങ്ങനെ കൂട്ടക്കുരുതിയുടെ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഹമാസിനെ അല്ലെ ഹമാസിനെ തിരിച്ചടിക്കുന്നതിന് പകരം ആ നാട്ടിലെ പാവപ്പെട്ട ജനതയുടെ മേലെന്തിനാണ് ഇവർ ബോംബിടുന്നത്? ആ നാട്ടിലെ മുഴുവൻ പേരുടെ ഇടയിൽ ഞാനൊരു ചെറിയ സംശയത്തോടെ വിനയകുമാർ, ശ്രീ വിനയകുമാർ, ലോകത്തെ ഏറ്റവും വലിയ സംവിധാനങ്ങളും ഒക്കെ ഉള്ള രാജ്യമല്ലേ ഈ ഇസ്രയേൽ? അവർക്ക് എവിടെ ആളിരുന്നാലും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുമെന്ന് അവിടെ പോയി അടിക്കുമെന്നൊക്കെ പറയുന്നവരാണല്ലോ. അവർക്ക് അങ്ങനെ ഹമാസിനെ ഉണ്ടെങ്കിൽ ഹമാസിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അടിക്കാനേ അവർക്ക് ഇതുവരെ കഴിയാത്തത് എന്താണ്? അവർക്ക് ഹമാസിനെ അവസാനിപ്പിക്കലല്ല ആവശ്യം, അവർക്ക് ആ രാജ്യത്തെ പലസ്തീൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കലാണ് ആവശ്യം, ഗസ ഇല്ലാതാക്കലാണ് ആവശ്യം. അല്ലാതെ അവർക്ക് ഇവരെ പിടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? രാജ്യം ലോകത്ത് ഒരു ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ പലസ്തീൻ എന്നൊരു രാജ്യം ലോകത്തിൽ എവിടെയാണ്? പലസ്തീനിലെ ജനതയ്ക്ക് രാജ്യം വേണ്ട, ഇസ്രായേലിലെ ജനതയ്ക്ക് മാത്രം രാജ്യം മതി എന്നാണ് ലോകത്തിൽ എന്നെങ്കിലും ഉണ്ടായിരുന്നോ? ശ്രീ വിനയകുമാർ, പലസ്തീനിലെ ജനതയ്ക്ക് രാജ്യം വേണ്ട, അവരിങ്ങനെ അലഞ്ഞു നടന്നോട്ടെ എന്നാണോ? ഒറ്റ കാര്യമായി എനിക്ക് പറയാനുള്ളൂ കിരൺ, ഇസ്രായേൽ ആയുധം ശ്രീ വിനയകുമാർ, ഈ ചരിത്രമൊന്നും ഇപ്പോൾ നടത്തുന്ന ഒരു കൂട്ടക്കുരുതിക്ക് ന്യായീകരണമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും മറ്റവർക്കും അവരുടേതായ രീതിയിലും വാദിക്കാൻ ഒരുപാട് ചരിത്രങ്ങൾ കാണും. ആ ചരിത്രത്തിന്റെ ആകെ തൂക്കം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതു ഭാഗത്താണ് ക്രൂരത കൂടുതൽ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലിന്റെ ഭാഗത്താണെന്ന് ഉറപ്പിച്ചു പറയാനും കഴിയും. അതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ ഇത്രയും കാലത്തിനിടയിൽ പലസ്തീൻ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആകെ നോക്കിയാൽ തൂക്കം കൂടുതൽ ആരുടെ ഭാഗത്താണ് തെറ്റു കൂടുതൽ, ആരാണ് കൂടുതൽ കൂട്ടക്കുരുതി നടത്തിയതെന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നതല്ല, ഹമാസിനെ അടിക്കാൻ ശേഷിയില്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ അടിക്കാണ് വേണ്ടത്. അതിന് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിക്കുന്നൊക്കെ പറയാൻ ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? ഒരു നാട്ടിലെ ജനങ്ങളെ ആകെപ്പാട് പിഞ്ചു കുഞ്ഞുങ്ങളെ ആകെ ഞാൻ വായിച്ച ആദ്യത്തെ കണക്കതാണ്. 1 വയസ്സിൽ താഴെയുള്ള 1000 കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നൊടുക്കിയത്. 5 വയസ്സിൽ താഴെയുള്ള 4571 കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കിയത്.
ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ചരിത്രത്തെ പിടിച്ചുകൊണ്ട് എന്താണ് കാര്യം? ഈ കണക്കുകൾ തന്നെ അവിശ്വസനീയമാണ്. കാരണം അതെങ്ങനെയാണ് കണക്ക് അവിശ്വസനീയമാകുന്നത്? ഐക്യരാഷ്ട്രസഭയടക്കം നിന്ന് പരിശോധിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ് താങ്കൾക്ക് ഇത്ര അവിശ്വസനീയമാകുന്നത്? ഒരു പത്രപ്രവർത്തകർക്കും ഗസയിൽ പ്രവേശനമില്ല. 247 മാധ്യമപ്രവർത്തകരാണ് അവിടെ കൊല്ലപ്പെട്ടത്. പ്രവേശനമില്ലാത്ത സ്ഥലത്ത് പ്രവേശിച്ചതിന് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അൽ ജസീറയുടെ വാടക മാധ്യമ പ്രവർത്തകർ, അത് പറയണം. അങ്ങനെയുള്ള ആൾക്കാരാണ്. താങ്കൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്തെ അറിയിക്കുന്ന മാധ്യമപ്രവർത്തകരാണ്. ഈ മാധ്യമപ്രവർത്തകർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ രാജ്യത്തെ പൂർണ്ണമായും ചുട്ടു ചാമ്പലാക്കിയേനെ ഇസ്രയേൽ. ലോകം പോലും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ കണ്ണടച്ചു നിന്നേനെ. താങ്കളെ പോലെയുള്ളവരൊക്കെ അതിന് സ്തുതി പാടുകയും ചെയ്തേനെ. സംവിധാനങ്ങൾ ഉള്ളിടത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര സംവിധാനങ്ങൾ ഉള്ളിടത്ത് ഇത് ഈ അവിടെ ഫേക്ക് ന്യൂസ് ധാരാളം വരുന്നുണ്ട്. അതായത് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂസ് പാത്രവുമായിട്ട് നിൽക്കുന്ന. താങ്കൾ പറയുന്നത്, വിനയകുമാർ പറയുന്നത് അവിടെ അങ്ങനെ ഒരു ആക്രമണം നടന്നില്ല, ഇതെല്ലാം പേടി ന്യൂസ് ആണെന്നല്ലേ? അത് ഞാൻ അത് തന്നെ പറഞ്ഞു ആദ്യം പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഒക്കെ അപലപിച്ചത്? അവരെല്ലാം ഈ പെയ്ഡ് ന്യൂസ് കണ്ട് അപലപിച്ചതാണോ? ആ പെയ്ഡ് ന്യൂസ് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഭക്ഷണത്തിന് വേണ്ടി പാത്രം അത് ബാക്ക് സൈഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പുകയുടെ ഇതും ഇട്ടുകൊടുത്തു. 5 ലക്ഷം പേരാണ് കൊടും പട്ടിണിയിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ കണക്കല്ലിത്. 5 ലക്ഷം പേരാണ് കൊടും പട്ടിണിയിൽ നിൽക്കുന്നത്. ആ പിച്ച പാത്രം കാണിക്കുന്നത് ഫേക്ക് ആണ്. കാരണം ഒരു പിച്ചപാത്രം കാണിക്കുന്നത് ഫേക്ക് അല്ല ശ്രീ വിനയകുമാർ. ഭക്ഷണം കിട്ടാതെ മാസങ്ങളായി അലയുകയാണ് അവിടുത്തെ മനുഷ്യർ. അവിടുത്തെ ആശുപത്രികൾക്ക് നേരെ ബോംബ് വർഷിക്കുകയാണ്. ലോകത്തൊരിടത്തും ഒരു മനുഷ്യനും ചെയ്യാത്ത രീതിയിലുള്ള കൊടും ക്രൂരതയാണ് ഇസ്രയേൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെ എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുന്നത്? എന്നിട്ട് ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾ വിശന്നു പിടഞ്ഞു മരിക്കുമ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറയുന്നത് താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു? ഇതിനൊക്കെ ഇന്ന് മറ്റൊരു ചാനലിൽ അവിടെ തന്നെ അൽ നാസർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, മലയാളിയായ ഒരു ഡോക്ടർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അവിടെ മരണം നടക്കുന്നതെന്ന്. ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇസ്രായേലിൽ കൊടുക്കുന്ന ക്യാമ്പുകളിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി രാവിലെ മുതൽ ക്യൂ നിന്ന് ഈ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അത് തട്ടിപ്പറിക്കാൻ എത്തുന്ന എന്തുകൊണ്ടാണ് വിനയകുമാർ ഭക്ഷണം തട്ടിപ്പറിക്കുന്ന ഒരു മനുഷ്യർ? ശ്രീ വിനയകുമാർ, ഈ കേരളത്തിൽ താങ്കൾ ഭക്ഷണവുമായി പോയാൽ, ഒരു പൊതി ചോറുമായി പോയാൽ ആരെങ്കിലും തട്ടിപ്പറിക്കുമോ? പക്ഷെ പട്ടിണിയുള്ള രാജ്യത്ത് താങ്കൾ ഒരു പൊതി ചോറുമായി പോയാൽ ആളുകൾ തട്ടിപ്പറിക്കും. പട്ടിണിയുടെ വില അത്രത്തോളം വലുതാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പറിച്ചവരെല്ലാം തെമ്മാടിയാണ്, കൊള്ളക്കാരാണെന്ന് പറയാൻ കഴിയുമോ? അവൻ വിശന്ന് പറഞ്ഞ് ഗതി കെട്ടിട്ടാണ് മറ്റൊരുവന്റെ ഭക്ഷണം തട്ടിപ്പറിക്കുന്നത്. താങ്കൾ ആ വാചകം പറയണ്ട. താങ്കൾക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിന് പറയാനുള്ള അവസരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ചില ആളുകളോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല കാര്യമൊന്നും ഉണ്ടെന്ന്. ശ്രീ അനീഷാണ് കോഴിക്കോട് നിന്നും വിളിക്കുന്നത്. ശ്രീ അനീഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഈ വിഷയം എന്ന് പറഞ്ഞാല് ഗസയിലെ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ട്. മനസാക്ഷിയുള്ള ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇന്ന് ഗസയിൽ നിന്ന് കാണുന്നത്. ഇതിന് പിന്നിൽ എന്ന് വെച്ചാല് കാര്യമായി പ്രവർത്തിക്കുന്നത് മുതലാളിത്ത താല്പര്യമാണ്. നമുക്കറിയാം, അമേരിക്കയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ട്രംപ് ഇടപെട്ടുകൊണ്ട് മിനിറ്റുകൾ കൊണ്ടാണ് ആ പ്രശ്നം തീർക്കുന്നത്, ഒരു ഫോൺ കോളിലൂടെ. കാരണം അത് മുതലാളിത്ത താല്പര്യമാണ്. മുതലാളിമാർക്ക് അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴാണ് അവരിടപെടുന്നത്. ഇവിടെ നടക്കുന്നത് ഇത്തരം രാജ്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല, അങ്ങനെ നടക്കട്ടെ എന്ന് നോക്കിക്കാണുകയാണ്, അല്ലെങ്കിൽ കണ്ണടക്കുകയാണ്. കാരണം ഈ ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ നമ്മൾ പറയും, വിചാരിക്കും ഐക്യരാഷ്ട്രസഭയൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ഒരു മധ്യസ്ഥത വഹിക്കുക എന്നാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുള്ള വെറും ഒരു നോക്കുകുത്തിയാന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. ഈ ലോകത്തിന് അങ്ങോട്ട് ഈ ആളുകൾക്കൊരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിലേക്കാണ് ലോകം പോകുന്നത്. കയ്യൂക്കുള്ള ആളുകൾക്ക് ഇവിടെ എന്തും ചെയ്യുക എന്ന ഒരു നിലപാടാണ് ഇന്ന് നമുക്ക് കാണുന്നത്. ഇതിനോട് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ശക്തമായി പ്രതികരിക്കാത്തതിൽ നമുക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം നമ്മുടെ രാജ്യം ലോകത്തിൽ ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായി ബന്ധമുള്ള ഒരു രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം ഇതിൽ ഒരു മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മളെ ഈ ഭാരതീയരായ നമുക്കെല്ലാം വലിയ വേദന ഇന്ത്യക്കുള്ളത്. ഇന്ത്യ പലസ്തീന്റെ ദീർഘകാലമായി ഇന്ത്യയുടെ ചില സുഹൃത്തു കൂടിയാണ് പലസ്തീൻ. ചില തന്ത്രപരമായ ബന്ധങ്ങൾ ഇസ്രായേലുമായിട്ടുള്ളപ്പോൾ പോലും പലസ്തീനെ അങ്ങനെ തള്ളിപ്പറയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. പലസ്തീൻ എതിരായി വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിലും ഉള്ള രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യ പലസ്തീൻ അനുകൂലമായ നിലപാട് എത്രയോ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലം മുതൽ തന്നെ മഹാത്മാഗാന്ധി അടക്കം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ ഒക്കെ കൂടിയാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ച തുടരും.
ഗസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണ്ടേ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. അല്ല, കിരൺ ബാബു, ഞാനും കിരൺ ബാബു ഒക്കെ ഏതാണ്ട് ഒരു സമാന ചിന്താഗതിക്കാരാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചില വൈരുദ്ധ്യങ്ങളുണ്ട്. കാര്യം ഞാൻ പറയട്ടെ, 2023 ഒക്ടോബർ 7 ആ സംഭവത്തിന് അവലംബിച്ചിട്ട് വേണം നമ്മൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ. ഇത് നിങ്ങൾ നോക്ക്, നമ്മൾ അന്യ രാജ്യത്ത് എല്ലാ നിയന്ത്രണവും ഭേദിച്ചുകൊണ്ട് കണ്ണിക്കണ്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും വയസ്സന്മാരെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരെ വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊല്ലുക ഒരു തീവ്രവാദ സംഘടന. അതിന്റെ ഈ പരിണതഫലമായിട്ടാണ് ഇപ്പൊ 70,000 ആൾ മരിച്ചു കഴിഞ്ഞു. അങ്ങേ അറ്റം നമ്മൾ അവലംബിക്കുന്ന പാടില്ല, ഒരിക്കലും പാടില്ല. കുഞ്ഞു മക്കളെ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ ആയിക്കോട്ടെ, പാടില്ല. പക്ഷെ ഇതിന് കാരണക്കാരായ ആൾക്കാരെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മൾ എല്ലാ ആൾക്കാരും പറയുമ്പോൾ ഹമാസിനെ അനുകൂലിക്കുക, ഈ ഹമാസാണല്ലോ കിരൺ ബാബു. ശ്രീ ദാസൻ, അവിടെ പലസ്തീനും ഇസ്രയേലും തമ്മിലല്ല ഒരു പോരാട്ടം നടക്കുന്നത്, ഹമാസും ഇസ്രയേലും തമ്മിലാണ്. ഹമാസിനെ ഈ ലോകത്തെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള എല്ലാവിധ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഏറ്റവും അത്യാധുനികമായ ഹോട്ടലിനകത്ത് ഇന്ന റൂമിൽ ആളിരുന്നാൽ ആ റൂമിൽ തന്നെ ബോംബിടാൻ ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്ന ഇസ്രയേലിന് തിരിച്ച് ആ ഹമാസിന്റെ നേതാക്കളെയൊക്കെ കണ്ടെത്താനും കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ കഴിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ആവശ്യം പലസ്തീൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ സർക്കാർക്ക് മേൽ ഈ 65,000-ഓളം ഔദ്യോഗിക കണക്കിൽ 65,000-ഓളം പേരെ കൊന്നു കഴിഞ്ഞു. 65,000 ഹമാസിന് 65,000-ഓളം സേനാംഗങ്ങളൊന്നുമില്ല. 70 മുകളിലായിട്ടുണ്ടാവും. ഞാനിവിടെ പലസ്തീൻ ലേബർ ഓർഗനൈസേഷന്റെ യാസർ അറാഫത്ത് അയാൾ ഭരിക്കുന്ന സമയത്ത് ഈ വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. ഇത് തീവ്രവാദമാണ്. ഈ കാരണം അതികഠിനമായിട്ട് നമ്മൾ നിരോധിക്കേണ്ട കാര്യം തീവ്രവാദമാണ്. ഇതേ കുഞ്ഞു മക്കളെ 3 വയസ്സാകും തുടങ്ങുക, ജിഹാദിനെ പ്രേരിപ്പിക്കുക, ഈ ആയുധെടുക്കാൻ പ്രേരിപ്പിക്കുക. ഇതൊക്കെ നിർത്താൻ നാട്ടിൽ ഞാൻ ചെക്കുന്ന എല്ലാ തരത്തിലും വർഗീയത മാറണമെന്നേ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ഇത് വർഗീയ കലാപം. ശരിക്കും പറഞ്ഞാല് ഒരു കാലത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ബദ്ധ വൈരികളാ. ഇന്നിപ്പോ നമ്മൾ ഓരോരുത്തർ വിളിക്കുമെന്ന് നോക്ക്, ഈ പേര് കൊണ്ട് നമ്മൾ ഓരോരുത്തർ ക്രിസ്ത്യാനി മനസ്സിലാക്കുക. ക്രിസ്ത്യാനികൾ എല്ലാവരും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൈര്യമുണ്ടായിരുന്ന അല്ലെങ്കിൽ പരസ്പരം പോരാടിയ 2 മതങ്ങളാണ് ഇത് രണ്ടും. അതെ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഏറ്റവും ബദ്ധ വൈരികളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഈയിടെ പറഞ്ഞ പോലെ ദാസൻ വളരെ സിമ്പിളാണ്. ചിലർക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ മതവിഭാഗത്തിലെ ആളുകളെ കൊല ചെയ്യപ്പെട്ടാൽ അത് കുഴപ്പമില്ല, അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതിനുവേണ്ടി ഇത് കൊല്ലുന്ന ആളുകൾ ഈ സ്വന്തം മതത്തോട് എന്താണ് പൂർവ്വകാലത്ത് ചെയ്തിരുന്നത് എന്നൊന്നും അവർ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചിന്തകളൊന്നുമല്ല. ഇത് ഒരു എതിരാളിയെ കൊല്ലുന്നു, അതിൽ സന്തോഷിക്കുന്ന ഒരു വികൃത മനസ്സുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അത് തികഞ്ഞു പോയാൽ കുറെ അടിവരകൾ പോകണം, അന്നേരം പല പല കാര്യങ്ങളും പുറത്തു വരും. നമ്മൾ ഇതിപ്പോ തൽക്കാലം നമ്മളിപ്പോ താൽക്കാലികമായിട്ട് വേണ്ടത് ആദ്യമായിട്ട് 2 കൂട്ടരും ഈ തീവ്രവാദികൾ ആദ്യമായിട്ട് പിന്മാറണം. എന്നിട്ട് അവർ ഈ ബന്ധുക്കളാക്കി ആൾക്കാരെ വിട്ടുകൊടുക്കുക, എന്നിട്ട് ഒരു സമാധാനം ഉണ്ടാക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കൂല. കാരണം ഇസ്രായേലിനോട് ഒരിക്കലും ഹമാസിനെ പിടിച്ചു നിൽക്കാൻ ആവൂല കിരൺ ബാബു, അത് യാഥാർത്ഥ്യമല്ലേ. ഓക്കെ, സമയം കുറയായിപ്പോയി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അടിയന്തരമായി ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഇതിൻ്റെ ചരിത്രം ചികഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്, ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ഗൗതത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ കുറേയേറെ കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ലീലാവതി ടീച്ചർ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദോസ് കിഡ്സ് ഹു ആർ ഇന്നസെൻറ്റ് ബോൺ ടു ദിസ് വേൾഡ് എന്ന് പറയുന്നത് ശ്രീ ഷിജു കിരിയത്താണ് പറയുന്നത്. ശരിയാണ്. പക്ഷേ ലീലാവതി ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ പട്ടിണി കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പാത്രവുമായി ഇരന്നു നിൽക്കുന്നത് കാണുമ്പോൾ തനിക്ക് തൊണ്ടയ്ക്ക് ചോറ് ഇറങ്ങുന്നില്ല എന്ന് 98 വയസ്സുള്ള കേരളത്തിൻ്റെ ഒരുപാട് പേരെ അറിവിൻ്റെ ലോകത്തേക്ക് നയിച്ച കേരളം തന്നെ ആദരിക്കുന്ന ലീലാവതി ടീച്ചർ പറയുമ്പോൾ ചില വർഗീയ മനസ്സുള്ളവർക്ക് അതിനെപ്പോലും അപഹസിക്കുന്ന ഒരു നാട് കൂടിയായി, അത്തരം നാണക്കേട് കൂടി പേറേണ്ട ഒരു നാടായി കൂടി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ഹരിദാസൻ TV പറയുന്നു, വാട്ട് ഹാപ്പൻഡ് ഇൻ ശ്രീലങ്ക ഫോർമലി എന്ന് ചോദിക്കുന്നു. ശ്രീലങ്കയിൽ നേരത്തെ ഉണ്ടായതുമായി ബന്ധപ്പെടുത്തിയും ശ്രീലങ്കയിലുമൊക്കെ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജലീഷ് ജോൺ പറയുന്നു, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയ്ക്കാണ് എന്ന് തോന്നുന്നല്ലോ അവസാനിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നു. മിസ്റ്റർ ജലീഷ് ജോൺ, താങ്കളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയും താങ്കൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങളെയും ഒക്കെ ഈ തരത്തിലേക്ക് ഇന്നലെ വരെ നമ്മളെപ്പോലെ സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരുന്നവരാണ് ഇവരൊക്കെ.
ഒരു വീടും അവിടെ ജോലിയും ഒക്കെ ജീവിച്ചവരായിരിക്കും. അവരൊരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീടും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ തൊഴിലിടം അടക്കം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ നാളെ നിങ്ങൾക്കും പട്ടിണി കിടക്കേണ്ടി വരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ പട്ടിണി കിടക്കേണ്ടി വരും. പലായനത്തിൻ്റെ ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. ഇന്നലെ വരെ സമ്പന്നനായിരുന്ന മനുഷ്യനായാലും തൊഴിലെടുത്ത മനുഷ്യനായാലും ദരിദ്രനായ മനുഷ്യനായാലും ഒക്കെ ഒരേപോലെ തന്നെ അവർക്ക് ഈ പട്ടിണിയോട് മല്ലടിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ യുദ്ധം വേണ്ട എന്നൊക്കെ എത്ര ലാഘവത്തോടു കൂടി ജലീഷ് ജോണിന് പറയാനാവുന്നു എന്നുള്ളതാണ്. നമസ്കാരം. എന്തിനാ സാറേ ഈ ചർച്ച ചെയ്യുന്നത്? കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി കേൾക്കുമ്പോൾ ഒരു ഞെട്ടലും ആദ്യമാണെന്ന് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേൽ BJP ആണോ ഭരിക്കുന്നതെന്ന് ജയകുമാർ ചോദിക്കുന്നു. ലേ പ്രജി ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഷിജു കുര്യത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ നേരത്തെ പ്രജി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചായിരിക്കും പറഞ്ഞത്. ന്യൂസ് 18 ഉടൻ അടച്ചുപൂട്ടുക എന്നൊക്കെ ഷാജി M ജോസ് പറയുന്നത്. അതിനാണ് ന്യൂസ് 18 അടച്ചുപൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അടച്ചുപൂട്ടാനാണെങ്കിൽ ലോകത്തെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ ശ്രീ ഷാജി. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മുള്ളു കൊണ്ടാൽ നമ്മൾ സഹിക്കുമോ, പിന്നെ ഇതെങ്ങനെ സഹിക്കുമെന്ന് ജയകുമാർ ചോദിക്കുന്നു. എന്ത് മണ്ടത്തരമാണ് ചാനൽ പറയുന്നത്? വേറെ മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് അത് ചെയ്തത് ഹമാസാണ്, നടത്തിയത് ഹമാസാണ്, ഇപ്പോൾ ചെയ്യുന്നത് മനുഷ്യമറ തീർക്കുന്നു. ഹമാസിനെ ന്യായീകരിക്കാൻ മാത്രം മോശപ്പെട്ട വാക്ക് ഒരു ചാനലും വരരുതെന്ന് അശോകൻ ടി പറയുന്നു. ഞങ്ങളാരും ഹമാസിനെ ന്യായീകരിക്കാൻ വന്നിട്ടില്ല. നിലപാട് വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. ഹമാസുമായി യുദ്ധമുണ്ടെങ്കിൽ ഹമാസിനെയാണ് തീർക്കേണ്ടത്, അല്ലാതെ ഈ പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളെയല്ല. ഹമാസിനോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ പലസ്തീനിലെ സാധാരണ മനുഷ്യരെ അവിടെ നിന്ന് ഇല്ലാതെയാക്കിക്കൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നല്ല ആ ദേഷ്യം തീർക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ എത്ര ശേഷിയുള്ള രാജ്യമാണെങ്കിലും ഹമാസിനോട് ഏറ്റുമുട്ടി ഹമാസിനെ തീർക്കാൻ നോക്കുക. അതിന് കഴിയാതെ ഈ ജനങ്ങളിലെ അങ്ങാടിയിൽ തോറ്റേൻ അമ്മയോട് എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഉദ്ദേശവും അത് തന്നെയാണ്, ഹമാസിനെ തീർക്കുക എന്നുള്ളതല്ല എന്നതും വളരെ വ്യക്തമാണ്. ലക്ഷക്കണക്കിന് ടൺ ഭക്ഷണവും മരുന്നും കൊണ്ടെത്തിച്ചതിനെ വിതരണം ചെയ്യാൻ തടസ്സം ചെയ്ത് ഹമാസ് മാത്രമാണ്. കിരൺ അയച്ചു തരാമൊക്കെ മുരളീധരൻ നായർ MN പറയുന്നു. മുരളീധരൻ നായർ MNനെ കുറേ കാലമായി കാണാതിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒരു നാട്ടിലെ ജനങ്ങളെ ബോംബിട്ടും അവരുടെ വീട് നശിപ്പിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ കൊന്ന് എല്ലാം നിന്നിട്ട് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചു, അപ്പോൾ അതിനെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയുന്നത് എങ്ങനെ കഴിയുന്നു ശ്രീ മുരളീധരൻ നായർ? താങ്കൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീ ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ ഗൗതം കേൾക്കാമോ? ഹലോ ഗൗതം പറഞ്ഞോളൂ. കിരൺ ഇന്നലെ ഒന്നും വിളിക്കുമ്പോൾ എടുക്കാത്തതല്ല ശ്രീ ഗൗതം, ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നതാണ്. ഇന്നലെ അത്രയും വലിയൊരു വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട്. ശരി, പറഞ്ഞോളൂ. അതെ, തീർച്ചയായും മനുഷ്യത്വം ഇല്ലാത്തതാണല്ലോ ഇതിൽ കാണുന്നുള്ളത്. പിന്നെ കുറെ ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് കേട്ടു, ഹിന്ദുവാണ് മുസൽമാനാണ്, മനുഷ്യന്മാരല്ലേ അവര്. അതാണ് ഞാൻ അങ്ങനെ മനുഷ്യരായി കാണാൻ കഴിയില്ല. ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഒക്കെ മനുഷ്യരെ കാണാൻ കഴിയൂ. അങ്ങനെ ഒരു കുഴപ്പം ചിലർക്കുണ്ട്. മനുഷ്യനായി കാണാൻ പറ്റാത്തതിൽ, ഈ മനുഷ്യനെ കാണാൻ കഴിയാത്തതിൽ അങ്ങേറ്റ് ഇത് മനുഷ്യന്മാരുടെ ഒരു ഇതല്ലേ. എന്താണ് ഈ ആൾക്കാർ വിളിച്ചു പറയുന്നത് വിളിച്ചിട്ട്? ശരി ശ്രീ ഗൗതം. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഇതിൽ ഇടപെട്ട് ഇതിനെ തടയേണ്ട ഉത്തരവാദിത്തം ഐക്യരാഷ്ട്രസഭയ്ക്കുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെയുണ്ട്, വലിയ ശക്തികളാണെന്ന് പറയുന്ന രാജ്യങ്ങൾക്കൊക്കെയുണ്ട്. പക്ഷെ അവരൊക്കെയും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. പേരിന് അവരൊക്കെ അപലപിക്കും, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യുന്നില്ല. എന്താണ് പറയാ? നമസ്കാരം. ഈ ചർച്ച ഞാൻ കാണുകയായിരുന്നു കുറെ നേരമായിട്ടേ. അപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ വന്ന് പറയുന്ന ആൾക്കാർ തന്നെ നല്ലൊരു ശതമാനം പേര് ഇസ്രയേലിന്റെ മനസാക്ഷിയുള്ളവരാണല്ലോ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ തരത്തിൽ പറഞ്ഞത്. കൂടുതൽ ആളുകളും അങ്ങനെ പറയാനുള്ള മനസാക്ഷിയുള്ളവർ നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ കേരളത്തിലും ഉണ്ടെന്നുള്ളത് തന്നെ സങ്കടകരമല്ലേ? അതെ. നമ്മുടെ ലീലാവതി ടീച്ചറിന് അത് പറഞ്ഞതിന് എത്ര പേരാണ് പിന്നെ വളരെ അശ്ലീലമായിട്ട് തന്നെ ആ ടീച്ചറോട് പ്രതികരിച്ചവര്. അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഇത്രയും പ്രബുദ്ധമായ നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇസ്രയേൽ എന്തും ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വിഷയത്തിലും ആ കുഞ്ഞുങ്ങളോട് കരുണയില്ലാതെ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പം നിലവിലില്ലാത്ത പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ കാര്യത്തില്
അങ്ങനെ ഒരു കാര്യം ചർച്ചയ്ക്ക് വന്നാൽ തന്നെ അമേരിക്ക അവിടെ ഉണ്ട്, അവർ വീറ്റോ ചെയ്യില്ലേ? ഇല്ലേ, അവർ വീറ്റോ ചെയ്യുമല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്? ഇപ്പൊ USSR ഒക്കെ ഇല്ലാതായതോടുകൂടി ഒരു യൂണിപോളാർ ലോകമായിട്ട് മാറിയിരിക്കുക. അവർക്ക് എന്തും കാണിക്കാം, എന്ത് ക്രൂരതയും കാണിക്കാം, ആരോടും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് ലോകത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വയലാർ എഴുതിയില്ലേ, ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു എന്ന്. മതങ്ങൾ സൃഷ്ടിച്ച കാര്യം പറഞ്ഞ എഴുതിയ പാട്ടിനകത്ത് അതേ സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ഭരണാധികാരികൾ അതിനെ ശക്തമായി അപലപിക്കുകയോ ഈ കൂട്ടക്കുരുക്കേറെ പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരേ ഒരു പാർട്ടി മാത്രമാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്, CPI മാത്രം. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടും അങ്ങനെയല്ല ശ്രീകൃഷ്ണൻകുട്ടി. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടും പലസ്തീന് അനുകൂലമാണ്. ഔദ്യോഗിക നിലപാട് അനുകൂലമാണെങ്കിലും ശക്തമായ വല്ല പ്രതികരണം വരുന്നുണ്ടോ? ശക്തമായ എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ എവിടെയെന്നെങ്കിലും? ആകെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ, CPI മാത്രം. ശരി, CPI മാത്രമല്ല മറ്റു പാർട്ടികളുമൊക്കെ പ്രതികരിക്കുന്നുണ്ട്. CPM ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻകുട്ടി. ശ്രീ അസീന ഷംസുദ്ദീനാണ് കായംകുളത്ത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. അസീന, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദമല്ല, അവർ പോരാളികളാണ്. അവർ കായംകുളം പറഞ്ഞോളൂ. ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദികളല്ല, അവർ പോരാളികളാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ പോരാടുക. ഇന്നലെ തൊട്ടല്ല, വർഷങ്ങൾ കൊണ്ട്. അവിടെ പോരാട്ടം നയിച്ച ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പെടുന്ന ഒരു സംഘടനയല്ല ഈ ഹമാസ് എന്ന് പറയുന്നത്. താങ്കൾക്ക് പലസ്തീന്റെ ചരിത്രം അറിയാമല്ലോ. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും യാസർ അറാഫത്തും ഒക്കെ നയിച്ച ഒരുപാട് കാലവും ഒക്കെ ഉണ്ടല്ലോ. ആ ചരിത്രമൊക്കെ താങ്കൾക്കും അറിയാവുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ സാറേ, അവരുടെ രാജ്യത്തിന് വേണ്ടി അവര് പോരാടുക. ഈ അറിയാൻ വയ്യാത്തവരാ പറയുന്നത് അവര് തീവ്രവാദികളാണെന്ന് പറയുക. പക്ഷേ എന്തായാലും ഹമാസിന്റെ നിലപാടുകൾ, ഹമാസിന്റെ പോരാട്ട രീതിയൊന്നും ആ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. അവരുടെ സ്വഭാവവും ആ തരത്തിലാണ് എന്നും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു പൊതു പിന്തുണയുള്ള സംഘടനയാണ് ഹമാസ് എന്നും പറയാൻ കഴിയില്ല. പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയെ അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ച് അവര് അറ്റാക്ക് ചെയ്ത് അവര് വിജയിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ രാജ്യം അത് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് അവര് നോക്കും പല രീതിയിലും. അല്ലാതെ ഇസ്രായേലിന് ഞങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ ഈ പറയുന്നത്? അവരെത്ര വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ശരി, ശ്രീ അസീന, എന്തായാലും ഇസ്രയേലും പലസ്തീനും തമ്മിലല്ല അവിടെ പ്രശ്നം, ഹമാസും ഇസ്രയേലും തമ്മിലാണ് പ്രശ്നം എന്നത് കൂടി മനസ്സിലാക്കുക. അത് ഹമാസിനെ സംബന്ധിച്ച്, അതിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ലോകത്തെ ഏത് രാജ്യങ്ങളിലെ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഹമാസിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയത്തെ കാണേണ്ടത് മറ്റൊരു തരത്തിൽ കൂടിയാണ്. എന്തായാലും പ്രഷറിൽ ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്തേ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ തുടങ്ങി വെച്ചത് ഹമാസ് ആയിരുന്നു. ഒരു മണിക്കൂറിൽ 5000 മിസൈലുകൾ വിട്ട് ഇസ്രയേലിൽ ഏറ്റവും വലിയ സമാധാനക്കേടുണ്ടാക്കിയ ഒരു രാജ്യമായിരുന്നു. ഇപ്പൊ അവരുടെ പേര് ഇപ്പൊ ചെയ്യുന്നത്, ഇസ്രയേൽ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഇത് തുടങ്ങി വെച്ചവരുടെ കാര്യം ഇവിടെ ആരും പറയുന്നില്ല. ഒരുപാട് പേരും വന്ന് അവരെ വെള്ളം വീഴുക. ശ്രീ വിജയന, ഈ ഹമാസിനെ തുടങ്ങി വെച്ചെങ്കിൽ ഹമാസിനെ തീർക്കുകയാണ് വേണ്ടത്. അതിന് ഇസ്രയേലിന് ഇതുവരെ കഴിയുന്നില്ലല്ലോ. ഇസ്രയേല് തീർക്കാൻ ശ്രമിക്കുന്നത് പലസ്തീൻ എന്ന രാജ്യത്തെ, അവിടുത്തെ ജനങ്ങളെയാണ് തീർക്കാൻ ശ്രമിക്കുന്നത്. അല്ല, അവര് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ബന്ദിയാക്കി വെച്ചുകൊണ്ട്. ശരി, ശ്രീ, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ഒരു രാജ്യത്തെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ബോംബ് കൊണ്ട് വെടിയേറ്റ് മരിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്നു. പട്ടിണി കൊണ്ട് ദിവസങ്ങളോളം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഗസയിൽ കരയുദ്ധം ആരംഭിച്ചതോടുകൂടി പലായനം ചെയ്യേണ്ടി വരികയാണ്. പലായനം ചെയ്യപ്പെടുന്നവരിൽ ചിലർ വഴിയിൽ വീണ് മരിച്ചു പോകാം, മറ്റു ചിലർ മറ്റെവിടെയെങ്കിലും അഭയസ്ഥാനം കണ്ടെത്താം. അവരുടെ ജീവിതം തന്നെ ദുരിതങ്ങളുടേതായിരിക്കും വരും ദിവസങ്ങളും. ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ശക്തമായ ഇടപെടൽ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായില്ലെങ്കിൽ ചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവരൊക്കെ മറുപടി പറയേണ്ടി വരും എന്നതുകൂടിയാണ് ലോകത്തിൻ്റെ ചരിത്രം. എന്തായാലും നാളെയും ഈ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി അല്പസമയത്തിനുള്ളിൽ നേരം വൈകുന്നേരവുമായി MG രേണുക എത്തും.